ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര കുഞ്ഞു വീഡിയോ ആണ്. ഭയങ്കര പ്രിസൈസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്ന മാരുതി സുസുക്കി ഇഗ്നിസിൻ്റെ ഒരു കുഞ്ഞ് യൂസർ റിവ്യൂ ആൻഡ് 2025 നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് മാരുതി സുസുക്കി ഇഗ്നിസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പണികളും ഗുണങ്ങളും എല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഇതിൻ്റെ ഓണറായ മിസ്റ്റർ അമൽ, ഹായ്. ഹലോ, എന്തുകൊണ്ട് വിശേഷം? സുഖം. ഇങ്ങനെ ഫോർമലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ വർഷങ്ങളായിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ട് വിശേഷം? പിന്നെ കാര്യങ്ങളൊക്കെ പറയും, കേൾക്കട്ടെ. കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് പോകുന്നു. പണിയെടുക്കുന്നു, വണ്ടി ഓടിക്കുന്നു, വീണ്ടും പണിയെടുക്കുന്നു, പെട്രോൾ അടിക്കുന്നു, വണ്ടി ഓടിക്കുന്നു. ഒരു 2-3 വർഷം മുമ്പ്, 3 വർഷമായല്ലേ നമ്മൾ ഡൊമിനാറിന്റെ വീഡിയോ ഇട്ടിട്ട്? ഒരു 3 വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ഡൊമിനാറിന്റെ ഒരു യൂസർ റിവ്യൂ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ട് വണ്ടി മേടിച്ച് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത്. ആൻഡ് അതിന്റെ ഓണറും കൂടെ ആയിരുന്നു. ആൻഡ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാമറയിൽ ഒരു റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിലും റിവ്യൂ ആയിട്ട് ആശാൻ ഇപ്പോഴാണ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത്. സോ ഈ കാണുന്ന ഇഗ്നിസ് എത്ര നാളായിട്ട് കൂടെ കൊണ്ടു നടക്കുന്നു? ഇതിപ്പോ 2023 എടുത്തവണ്ടി. അപ്പോൾ 3 വർഷം ആവുന്നു. അതെ, ഇപ്പം ആക്ച്വലി ഇത് എന്റെ അനിയന്റെ വണ്ടിയാണ്. അവനിപ്പോ ദുബായിൽ പോയപ്പോ എന്റെ തന്നിട്ട് പോയതാണ്. നമ്മുടെ അമരീഷ്. അത് തന്നെ. ഏകദേശം ഒരു വർഷത്തോളമായി. ഓക്കെ. ആൻഡ് ഇതൊരു ബ്ലാക്ക് കളറാണ്. ആദ്യം ചോദിക്കാം, ബ്ലാക്ക് കളർ വണ്ടി പ്രത്യേകിച്ച് നമുക്ക് സ്റ്റാർട്ടിൽ ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്ന കുറച്ച് വണ്ടികളേ ഉള്ളൂ. അതിൽ പെടുന്നതാണ് സുസുക്കിയുടെ ഭാഗത്തും സ്വിഫ്റ്റ് കിട്ടും, ഇഗ്നിസ് കിട്ടും, ഇപ്പം എർട്ടിക കിട്ടി തുടങ്ങി, XL6 കിട്ടി തുടങ്ങി, അങ്ങനെ. അപ്പോൾ ബ്ലാക്ക് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയുണ്ട്, കേൾക്കട്ടെ. ബ്ലാക്ക് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഓണസ്റ്റ്ലി കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം പാടാണ്. അതായത് വണ്ടി കാണാൻ നല്ല കിടിലൻ ലുക്കാണ്. അതുപോലെ തന്നെ കാണണമെങ്കിൽ ഒന്ന് ജംഗ്ഷനിൽ വരെ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിലും വീണ്ടും കാണാം, വൃത്തിയാക്കണം. ഇതിപ്പോ കൊല്ലത്തുനിന്ന് ഇവിടം വരെ വന്ന അതിന്റെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. അല്ല, ബ്ലാക്ക് ചെറുതായിട്ട് അഴുക്കാണെങ്കിലും പെട്ടെന്ന് എടുത്തറിയും. നമ്മൾ വിചാരിച്ചിരുന്ന വെള്ള വണ്ടിക്കകത്താണ് അത് അറിയുന്നത്, പക്ഷെ ബ്ലാക്കിനകത്താണ് നല്ല രീതിയിൽ അറിയുന്നത്. അത് വണ്ടി വീട്ടിൽ ഇട്ടിരുന്നാലും പൊടി അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞൊന്ന് പൊടി അടിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അറിയാൻ പറ്റും. അതിന്റെ കൂടെ ചെറിയ ചാറ്റൽ മഴയും കൂടെ ഉണ്ടായി കഴിഞ്ഞു. ചാറ്റൽ മഴ ഈ പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ അതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ അജണ്ട അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ 2025 ഇഗ്നിസ് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു കണ്ടീഷനുള്ള ഒരു 10-30,000 കിലോമീറ്റർ ഓടിയ ഇഗ്നിസ് കിട്ടും. ആ ഒരു ഇഗ്നിസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ചോദ്യം ഈ വീഡിയോയുടെ തന്നെ. അപ്പോൾ സിറ്റി ലൈഫിന് അല്ലെങ്കിൽ സിറ്റി യൂസിന് ഈ വണ്ടി എങ്ങനെയുണ്ട്? ശരിക്കും കിടിലൻ, ഒറ്റ വാക്കിൽ കിടിലൻ. ഞാൻ ഓടിച്ചപ്പോഴും എൻ്റെ ഫ്രണ്ട് ഓടിച്ചപ്പോഴും എല്ലാം പറഞ്ഞതാ. അതെ, കാരണം എന്ന് വെച്ചാൽ സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടി കൊണ്ടു നടക്കുന്ന ചടങ്ങ് പരിപാടിയാണ്. അപ്പം വലിയ വണ്ടി ഇപ്പോഴത്തെ ഒരു ഇതിൽ ലോങ് പോകാനെ നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ സിറ്റി പോകാനായിട്ട് വലിയ വണ്ടി ഇപ്പം ഇപ്പോഴത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് കണക്കത്തെ ഒരു കുഞ്ഞു വണ്ടിയാണ് എങ്ങനെ നോക്കിയാലും നല്ലത്. അതെ, ഓക്കെ. പോക്കറ്റ് റോക്കറ്റ്. അതെ, പോക്കറ്റ് റോക്കറ്റ് എന്ന് തന്നെ വേണം പറയാൻ. ഓക്കെ, ഇത് ആക്ച്വലി ഏത് വേരിയന്റാ? ഇത് സെക്കൻഡ് ലാസ്റ്റ് വേരിയന്റ്. ടോപ്പിന്റെ തൊട്ട് മാനുവൽ. ഇത് 1.2 ലിറ്റർ എണ്ണ പെട്രോൾ ഉള്ള കിലൊരു ഭയങ്കര 4 സിലിണ്ടർ എഞ്ചിൻ, ഭയങ്കര പഞ്ചി ആയിട്ടുള്ള ഇങ്ങനെ ചാടി പോകുന്ന സാധനമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു വണ്ടിയും കൂടെ ആയതുകൊണ്ട് ആ പവർ പക്കയായിട്ട് വണ്ടി കിട്ടും. നമ്മുടെ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിനാണ് വരുന്നത്, പക്ഷെ സ്വിഫ്റ്റിനേക്കാളും ഒരു പൊടിക്ക് ഡീറ്റുണ്ടാണ്. ആ സ്വിഫ്റ്റിന്റേതായിട്ടുള്ള ഒരു എടുത്ത് ചാട്ടം കിട്ടില്ല, ബട്ട് ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഇതിന്റെ ആ ഒരു സൈസും സിറ്റിയിൽ കോമ്പാക്ട് ആയിട്ട് സിറ്റിയിൽ നല്ല ഷൂ എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകാം. ഓൾറെഡി ഈ കാറും എടുത്തോണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്താവും. ഈ ഒരു സാധനം ആകുമ്പോഴത്തേക്ക് ഏത് ഗുദാമിലും കൊണ്ട് കേട്ടിക്കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നടക്കുന്നു, അടി തട്ടുന്നുള്ള അതെനിക്ക് ഈ വണ്ടിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല കുഴി ഇറക്കിയാലും കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം സ്പീഡിലൊക്കെ വരുമ്പോൾ കുഴിയിൽ വീഴാറുള്ള, പക്ഷെ അടി തട്ടാറില്ല. ഇല്ല. അതേസമയം ഒരു സ്വിഫ്റ്റ് എടുത്താലും ആ ഒരു സെഗ്മെന്റിലുള്ള വേറെ ഏത് വണ്ടി എടുത്താലും ഒരേ ബെലനോ ഗ്ലാൻസ് അറിയാലോ. എങ്ങനെയുണ്ട് ഈ വണ്ടിയുടെ മൈലേജ്? എങ്ങനെയുണ്ട് മൈലേജ്? രണ്ടായിട്ട് പറ, ഹൈവേ പ്ലസ് സിറ്റി. സംഭവം ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഓടിക്കുന്ന പോലെ അതിന്റെ പക്ക മൈലേജ് വരുന്നത്. അതായത് ഭയങ്കര അത്യാവശ്യം നമ്മൾ സാവധാനം ഒരു എന്താ പറയുക, ഒരു 70 to 80 മര്യാദയ്ക്ക് ഒരു 2000 RPM ഒക്കെ പിടിച്ച് കറക്റ്റ് സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ അറൗണ്ട് എനിക്ക് റിയൽ ലൈഫ് കിട്ടിയിട്ടുള്ള ഒരു 22 kmp കിട്ടിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു 1.2 ലിറ്റർ ഒരു 4 സിലിണ്ടർ എഞ്ചിനെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല മൈലേജ് ഏത്. പിന്നെ അത്യാവശ്യം നല്ല കൈ കൊടുത്ത് അങ്ങ് ലൈക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ അങ്ങറ്റം എനിക്ക് അത് പോക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 14 അതുവരെയൊക്കെ പോകാൻ അതുവരെ പോകത്തുള്ളൂ, പോയിട്ടില്ല. പിന്നെ ഒരു ആവറേജ് ഒരു സിറ്റി യൂസിന് വരുമ്പോഴത്തേക്ക് എങ്ങനെ നോക്കിയാലും ഒരു 16, 17, 18, 15-16 പിടിക്കാം സുഖമായിട്ട്. അപ്പോൾ 15-16 മൈലേജ് കിട്ടുന്ന ഒരു കുഞ്ഞൻ ക്യൂട്ട് കാർ. അതെ. അപ്പോൾ ഇനി ഞാൻ മെയിൻ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ ക്വാളിറ്റി വൈസ് ഉള്ള കാര്യങ്ങളും ആൻഡ് ഈ വണ്ടി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ ആൻഡ് അതിന്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോന്ന് വെച്ചാൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പോറലുകൾ പിടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് പിന്നെ മേജർ തട്ടലും ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ വണ്ടിക്ക് സർവീസ് പരിപാടികൾ അതിന്റെയും കൂടെ സർവീസ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം മാരുതിയുടെ സർവീസ് എല്ലാം അത്യാവശ്യം നല്ല
വിളിച്ചാ വിളിപ്പുറത്ത് അവിടെ തന്നെ അവരിപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ വിളിച്ച് എന്തോ സാറേ സോറി കുറെ ഒരു കൂട്ടം സോറി ഒക്കെ പറഞ്ഞിട്ട് സംഭവം എന്താ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അപ്പൊ സർവീസിന്റെ പാർട്ടിൽ പക്കാ സാറ്റിസ്ഫൈഡ് പിന്നെ വലുതായിട്ട് ക്വാളിറ്റിയുടെ ഭാഗത്താണെങ്കിലും ഫോർ ദ പ്രൈസ് നല്ല ക്വാളിറ്റി. പിന്നെ ചിലർ പറയാത് ഭയങ്കര ചീപ്പ് ക്വാളിറ്റി. ഈ ഒരു പ്രൈസിന് കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ എന്തായാലും ആണ്. ഓക്കെ, പക്ഷെ ഇതിന് മറ്റേ റേറ്റിംഗ് കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെ ഇല്ല, ആ ഒരു കാര്യം നോക്കരുത്. ഇന്ത്യയിലുള്ള വണ്ടിക്കില്ല, പക്ഷെ പുറത്തുള്ള വണ്ടിക്ക് ജപ്പാനിലൊക്കെ ഉള്ള വണ്ടി അതിനൊക്കെ ഞാൻ ജപ്പാനിലുള്ള പല റീൽസിൽ കണ്ടിട്ട് ഈ വണ്ടിക്ക് എന്ത് ലുക്കാ റോഡിൽ കൂടെ പോകുമ്പോൾ. ജപ്പാനിലും പുറത്തൊക്കെ ഉള്ള സ്വിഫ്റ്റ് ഇവിടുത്തെ സ്വിഫ്റ്റുമായിട്ട് ഭയങ്കര രസമോ വണ്ടിയോ, നമ്മൾ കൊതിക്കും. നമ്മൾ ഈ സുസുക്കി ഞാനിവിടെ തുപ്പിയിട്ടേക്കും. അതെ, ആ സമയം ഓരോ റീല് നിങ്ങൾ കണ്ട് നിങ്ങൾ നോക്കിയാൽ സ്വിഫ്റ്റും ബി പറഞ്ഞ ബെലനയൊക്കെ ജപ്പാൻ റീലുകൾ അവിടുത്തെ യൂട്യൂബ് വീഡിയോസ് നോക്കുമ്പോൾ അതിന്റെ ശരിക്കുള്ള ഇത് മനസ്സിലാവും. അതെ, വണ്ടിക്ക് ക്വാളിറ്റി വൈസ് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് അത് എക്സ്ട്രാ ഒരു സെഗ്മെന്റ് സ്പോർട്സ് സെഗ്മെന്റ് ഉണ്ട്. അതാണ് ഇപ്പൊ യങ്സ്റ്റേഴ്സ് മിക്കവരും നോക്കുന്ന. എനിക്കും താല്പര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പഴയ നമ്മുടെ Gen 1 സ്വിഫ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന അതെടുത്ത് മോടിയണോന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. ആ സാധനം ഇവിടെ കണി പോയി. സത്യം, അതൊക്കെ പെർഫോമൻസ് മോഡ് നമ്മളൊന്ന് കൊണ്ട് കാണിക്കും. നിങ്ങൾ നോർമൽ എന്നെ വിളിച്ചാൽ അതെന്തുവാന്ന്. പക്ഷെ RS ഒക്കെ നല്ല ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഭയങ്കര മുട്ടിഞ്ഞ വില കൊടുത്താലും മേടിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള. പിന്നെ അതിന് ചോദിക്കുന്ന വില വേണം, RS കിട്ടാനില്ല ഇതിൽ അത്യാവശ്യം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് മോഡിഫിക്കേഷൻ പാർട്സ് ഇഷ്ടം പോലെ കിട്ടും. എവിടെ വേണമെങ്കിലും സൈഡ് സ്കേർട്ട് ആണെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും ബ്രേക്ക് ലൈറ്റ് എല്ലാം ഇഷ്ടം പോലെ. പെർഫോമൻസ് മോഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പെർഫോമൻസ് പാർട്സും കിട്ടും. എഞ്ചിൻ വൈസ് ഉള്ള ട്യൂണിങ്ങും അതിന്റെ മറ്റ് സസ്പെൻഷൻ ആണെങ്കിലും എല്ലാം എന്തും ഏത് രൂപത്തിൽ നമുക്ക് ആക്കാൻ പറ്റും. പുറത്തുനിന്നൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടാത്ത സാധനം ഇഷ്ടം പോലെ സാധനങ്ങൾ പുറത്തുനിന്ന് കിട്ടും. ഇത് രാത്രിയിൽ നോക്കിയിട്ടുണ്ട്, ഇതിന്റെ DRL ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, ഇതിനകത്ത് പക്ഷേ ഈ സെഗ്മെന്റിൽ DRL ഇല്ല. ഇതിന് മുകളിലുള്ള വേരിയന്റിലാണ് ഫുൾ ഓപ്ഷൻ. പക്ഷേ രാത്രിയിൽ ഒരു സന്ധ്യ സമയത്തൊക്കെ നിങ്ങൾ ഇഗ്നിസ് നോക്കുമ്പോൾ കറക്റ്റ് ഡിഫൻഡർ. അതെ, കണ്ടില്ലേ ഡിഫൻഡറിന്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ കുട്ടി ഡിഫൻഡർ. അത് രാത്രി കുട്ടി ഡിഫൻഡർ ഒരുങ്ങി വരുന്ന പോലെ. ഇത് ആക്ച്വലി സംഭവം ഇതൊരു കാറ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് അർബൻ SUV അങ്ങനെ എന്തോ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ്. പക്ഷേ അർബൻ SUV എന്ന് വിളിക്കുന്നത് സുസുക്കി പിന്നെ ഓക്കെ. ക്യാമറ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വശക്കാഴ്ചകൾ നോക്കാം. 15 ഇഞ്ചിന്റെ ഒരു അലോയ് വീലോട് കൂടിയ ഒരു കുട്ടി ടയർ കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽസ് പ്രത്യേകം പറയണം, സ്റ്റോക്കിൽ അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അലോയ് വീൽ. എനിക്ക് ഹാൻഡിലിംഗ് ആണോ ലുക്ക് വൈസ്, കാരണം ഡയമണ്ട് കട്ടിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഡയമണ്ട് കട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബേസിക്കലി ഈ മേളത്തെ പോർഷൻ അങ്ങ് അതിനെക്കാട്ടും ഭംഗിയതാ ഫുള്ള്. മിക്കവരും ഇപ്പം നിന്റെ വണ്ടിയിൽ ബ്ലാക്ക് ആക്കുമായിരുന്നു, അതും ഡയമണ്ട് കട്ടായിരുന്നു. ടയറിനെ കുറിച്ച് പറയും, എങ്ങനെയുണ്ട് ഗ്രിപ്പ് കാര്യങ്ങൾ ബാക്കി? ടയർ സ്റ്റോക്ക് കുഴപ്പമില്ല. ഈ സ്റ്റോക്കല്ലേ? സ്റ്റോക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. അങ്ങ് ഭയങ്കര ഹൈ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. വെട്ടിച്ച് ഇങ്ങനെ പിടുത്തം ഉണ്ട് ടയർ. ഇപ്പൊ ബ്രിഡ്സ്റ്റോൺ ആണ് കിടക്കുന്നത്, യോക്കോഹാമയൊക്കെ ഉണ്ട്. അതിന്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈഫും കിട്ടും, നല്ല ഹാൻഡിലിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആവും. ഈ സ്റ്റോക്ക് ടയറിന്റേതായിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് സ്റ്റിഫ്നെസ് അതിനുണ്ട്. സ്റ്റോക്ക് എന്തായാലും ഹൈ പെർഫോമൻസ് ആരും ഇട്ട് കൊടുക്കത്തില്ല. ആൻഡ് വശക്കാഴ്ചകളിലോട്ട് വരുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇഗ്നിസ് ആക്ച്വലി KUV ആയിരുന്നു എൻ്റെ വീട്ടിലെ ആദ്യം. അപ്പോൾ അതിന് മുമ്പ് KUV എടുക്കുന്ന സമയത്ത് അന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച വണ്ടിയാ ഇഗ്നിസ്. അന്ന് 9.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് 2017-18 ആ സമയത്ത് ആദ്യത്തെ ഇഗ്നിസ്. യെസ്. അപ്പോൾ അന്ന് മെയിനായിട്ട് ഒരു കൺസേൺ പറഞ്ഞത് വണ്ടിയുടെ സൈസ്, കുഞ്ഞ് സൈസ്. പക്ഷെ അന്ന് KUV 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപയ്ക്ക് കണ്ട് മറ്റേ KUV എന്ന് പറഞ്ഞൊരു SUV ടൈപ്പാണ്, മഹീന്ദ്ര. അപ്പോൾ ആ വൈബായിരുന്നു. നമുക്ക് ഈ വണ്ടിയുടെ അകത്തോട്ട് ഒന്ന് കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇഗ്നിസിന്റെ അകത്തോട്ട് കയറിയിരിക്കുന്നത് അടച്ചേക്കും. യെസ്. അപ്പോൾ വണ്ടിക്ക് അകവശത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ ആൻഡ് ഓൾ. സ്റ്റിയറിംഗ് വീൽ നമ്മൾ കവർ ചെയ്തിട്ടേക്കും അല്ലേ? ഇവിടെ കുഞ്ഞൊരു സ്ക്രീൻ കാണാൻ സാധിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക് AC ടോപ്പ് എൻഡിന് മാത്രമേ. പക്ഷേ മറ്റേ ആ ഫീലിംഗ് അത്യാവശ്യം ജിമ്മിക്ക് ഇതാ ഇഷ്ടം. എനിക്ക് പേഴ്സണലി ഓട്ടോമാറ്റിക് ഉള്ള മിക്കവരും ഞാൻ കേട്ടിട്ടുള്ള ഓട്ടോമാറ്റിക് ഇടാറില്ല. ഇല്ല. ഇത് ചെറിയൊരു ബൾജിങ് സംഭവം ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് എൻറ്റയർലി മറ്റേ ഹൈ എൻഡിനകത്ത് വരുമ്പോഴത്തേക്ക് എൻറ്റയർലി ഒരു ഡിഫറെന്റ് യൂണിറ്റ് ഫുള്ളേ മാറും. ഗിയർ ലിവർ ഒക്കെ നമ്മുടെ നോർമൽ ആ സാധനത്തിൽ തന്നെയാണ്. ബാക്കി താല്പര്യമുള്ള താല്പര്യമില്ല, മാറ്റണമെന്നുണ്ട്. ഇവിടെ 2 ഡ്യുവൽ ടോൺ വേരിയന്റ് ആണ്. ഇവിടെ ബ്ലാക്ക് ആൻഡ് ഇവിടെ വൈറ്റ്. ഇവിടെ ആണെങ്കിലും വൈറ്റ്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കൈ പിടിക്കുന്നതൊക്കെ വൈറ്റ് ഒരിത്തിരി ശോകമാണ്. ലൈക്ക് എന്തുകൊണ്ട് അകത്തെ വിശേഷങ്ങൾ പറയും വണ്ടിയുടെ അകത്ത് ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ്. ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പളനി ഒറ്റ സ്റ്റോപ്പ്, ഇടയ്ക്ക് ഒരു ഒറ്റ സ്റ്റോപ്പേ ചെയ്തുള്ളൂ. അവിടെ വരെ പോയി. സാധാരണ നമ്മൾ വണ്ടിയിൽ കുറെ ലോങ് ഇരുന്ന് പോകുമ്പോഴത്തേക്കും ഒരു ക്ഷീണം വരുമല്ലോ, ഒന്നുമില്ല, ക്ലീൻ. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഒറ്റ സ്റ്റോപ്പും ഇല്ല, ഫുൾ റൈഡ് ചെയ്ത് വന്നു. എനിക്ക് യാതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല.
അത് മാത്രമല്ല കോമഡി ഒന്നുമല്ല, ഞാനും പപ്പയും കൂടെ പോയത്. അപ്പം ട്രെയിൻ ടിക്കറ്റ് നോക്കിയാൽ 3800 രൂപ, 4000 രൂപയ്ക്ക് സുഖമായിട്ട് പോയിട്ട് വന്നു. ഇതിനകത്ത് ഏകദേശം 17, 18, 20 ആ റേഞ്ച് മൈലേജ് മതി. അപ്പം സുഖം. കാരണം ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ 3800 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതിലും കുറച്ച് ടിക്കറ്റ് എടുക്കാം, AC. അപ്പൊ നമ്മളൊരു കംഫർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ 3800 രൂപ വരും. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൺവീനിയൻസിന് ഇടയ്ക്ക് നിർത്തണമെങ്കിൽ നിർത്താം. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഒക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അങ്ങനെ കുറെ ആ കൺവീനിയൻസ് ഫാക്ടർ നോക്കുമ്പോൾ വെറും 200 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് ക്ലിയർ ആയി. നമുക്ക് എവിടെ വേണേലും നിർത്തി പോവാം. അപ്പം അത് മാത്രമല്ല, അവിടെ ചെന്നാലും സിറ്റിയിലൊക്കെ ഓട്ടിക്കാനെന്ന് മെയിൻ ആയിട്ട് ഇത് സിറ്റിയിലാണ് ഇത് മിനിമം. ഹൈവേയിൽ സ്പീഡ് ഏറ്റവും കൂടുതൽ സ്പീഡ് എടുത്ത് ഞാൻ ഏകദേശം ഒരു 130, 140. എങ്ങനെയുണ്ട്? ഇതുണ്ടോ, കുലുക്കമുണ്ടോ? ഹൈറ്റ് ഒക്കെ പോകുമ്പോൾ നല്ല സ്മൂത്താണ്, കുലുക്കം ഫീൽ ഒന്നും. പിന്നെ ചിലർക്ക് പറയുന്ന ഹൈ എൻഡ് പോകുമ്പോൾ എഞ്ചിനിൽ അത്യാവശ്യം നല്ല ശബ്ദം വരുന്നുണ്ട്, അതുണ്ട്. അത് പോട്ടെ, ലൈക്ക് അത് പിന്നെ ആർപ്പിംഗ് കയറുമ്പോൾ എനിക്ക് പേഴ്സണലി എഞ്ചിൻ ശബ്ദം വേണം. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അല്ലാതെ എയർ പിടിക്കുന്ന കാറ്റ് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊന്നും വരുന്നതായിട്ടില്ല. കൺട്രോൾ പോകുന്ന പരിപാടിയൊന്നുമില്ല. കൺട്രോൾ പോകുന്നില്ല. ഒബ്വിയസ്ലി കുഞ്ഞു വണ്ടി ആയതുകൊണ്ട്, ലൈറ്റർ വണ്ടി ആയതുകൊണ്ട് അതിന്റേതായിട്ടൊരു പിടുത്തം വരും. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ലൈക്ക് എന്താ പറയാ, ഒരു പോളോനെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് ഇതിനൊരു സെയിം ആണെങ്കിലും അതെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഓക്കെ, അതുപോലെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റേ വലിയ ചെലവൊന്നുമില്ലല്ലോ. മറ്റേ EV കൊണ്ടുനടക്കുന്ന പോലെ സർവീസ് ഒരു കംപ്ലൈന്റ് വരാനില്ല. കംപ്ലൈന്റ് വന്നാൽ തന്നെ ചെറിയ ചീപ്പായിട്ടുള്ള പാർട്സ് ആണ്. പറയാനായിട്ട് ഈ ഇന്ത്യയില് സർവീസ് ചെയ്യാനായിട്ട് ഇതുപോലെ സുഖമുള്ള വേറെ വണ്ടി കിട്ടാൻ പാടില്ല. മാരുതിയൊക്കെ എവിടെ കൊണ്ടിട്ടും സർവീസ് ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട് മാരുതി വണ്ടികൾക്ക്. റിലയബിൾ. അതെ, റിലയബിൾ ആണ്. റിലയബിലിറ്റിയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ പക്ക കുറെ കൂടെ എന്താ പറയാ, ഒരു ഓണേഴ്സ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിലയബിൾ സാധനം ഇതാ. പിന്നെ എഞ്ചിൻ റിലയബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മറ്റു വണ്ടികൾ കിട്ടും. പക്ഷേ ആ റിലയബിലിറ്റി കൃത്യമായിട്ട് ഒരു എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ സോൾവ് ചെയ്യാൻ ഒരാളില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എഞ്ചിൻ റിലയബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കാര്യം നോക്കുമ്പോൾ സർവീസ് ആണെങ്കിലും യൂസിങ് ആണെങ്കിലും എല്ലാം പക്കയാണ്. ഈ വണ്ടി സെക്കൻഡ് എടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമുള്ളൂ. കാരണം നമുക്ക് ഇത്രയും സത്യം പറഞ്ഞ സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ പ്രത്യേകിച്ച്, കാരണം ഇതിന്റെ പഴയ മോഡലൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കുറച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എഞ്ചിൻ, കാരണം പഴയതും ഇതുമായിട്ട് അത്യാവശ്യം എഞ്ചിൻ റിഫൈൻമെന്റിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതും 4 സിലിണ്ടർ തന്നെ. പക്ഷെ അതിന് കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ റഫാണ്. ഇത് സൈലന്റാ. ഇത് ലൈക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇത് സൈലന്റാ. പക്ഷെ പഴയത് കുറച്ചുകൂടെ റഫാണ്. പക്ഷെ അതിനകത്ത് അതുപോലെ തന്നെ മൈലേജ് കുറവാണ്. പഴയതിന് മൈലേജിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് ഇവർ ഇതിനകത്ത് നികത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 4.5, 6 കിട്ടും. ഇത് കിട്ടും. ഇതിന്റെ ഫുൾ ഓപ്ഷൻ തന്നെ കിട്ടും നമുക്ക്. ഏകദേശം ഒരു AMD ഓടിച്ചു നോക്കിയിട്ടുണ്ട്. AMD ഞാൻ പഴയതാണ് ഓടിച്ചു നോക്കിയത്. ഇത്തിരി ഡിലേ ഉണ്ട്, പക്ഷെ അതിന് ഓടിക്കുന്ന ഒരു നാക്കുണ്ട്. അത് അത് ഗിയർ മാറാൻ പോവാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ പോയാൽ ഈ പ്രശ്നം. അതെ, നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതെ, എന്റെ കസിൻ സിസ്റ്ററിന്റെ ഇരിക്കുന്ന എന്റെ ഓട്ടോമാറ്റിക് പഴയ ആദ്യത്തെ വർഷം. സെക്കൻഡ് ഹാൻഡ് അത്യാവശ്യം നല്ലൊരു വോത്തി ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനകത്തൊരു നെഗറ്റീവ് പറയേണ്ടത് ഇതിനകത്ത് സ്റ്റാർ റേറ്റിംഗ് ഇല്ല. അത് നോക്കി ഈ പ്രൈസിലുള്ള ഏത് വണ്ടിക്കുണ്ട്? ടാറ്റയുടെ അല്ലാതെ ഏത് വണ്ടിക്കാണ് ഈ പ്രൈസിൽ ഇപ്പോൾ ഉള്ളത്? ഒരു വണ്ടിയില്ല. സുസുക്കി പിന്നെ ഇപ്പോഴാണ് 5 സ്റ്റാർ ഒക്കെ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് 5 സ്റ്റാറിലോട്ടൊക്കെ ആയി തുടങ്ങി. നിങ്ങൾക്ക് ഇപ്പോൾ ലൈക്ക് ഇതിന്റെ വീൽ ആർച്ച് ഒക്കെ ഉണ്ട് ഗൈസ്. ഒരു ബൾജിങ് ഫീൽ കിട്ടാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ബോഡി കിറ്റ് ചെയ്ത് കണക്കുണ്ട്. അതെ കറക്റ്റാ. റോഡ് പ്രസൻസ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. എനിവേ, നിങ്ങളൊരു സെക്കൻഡറി കാറായിട്ട് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ ലൈക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറായിട്ട് ഈ ഇഗ്നിസ് നോക്കുവാണെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ ആണെന്നാണ് ഓണറിന്റെ ഭാഗത്ത് ഓടിക്കാൻ. സൈസ് അടിപൊളിയാണ്. ഈ സൈസ് വെച്ചിട്ട് ഇപ്പൊ സ്വിഫ്റ്റ് ആണെങ്കിലും ഇതാണെങ്കിലും എല്ലാം ഈ സൈസ് വെച്ചിട്ട് നല്ല കോമ്പാക്ട് ആണ്. നല്ല വ്യത്യാസമുണ്ട്. സ്ഥലം വ്യത്യാസമുണ്ടോ? അകത്ത് സ്ഥലമല്ല, ഐ മീൻ കൊണ്ടു നടക്കാനുള്ള വ്യത്യാസം. അപ്പം ലൈക്ക് മെയിൻ ആയിട്ടും ഇപ്പൊ ലൈക്ക് അങ്ങനെയുള്ള ഒരു റെയിൽ സ്വിഫ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പോറലും ഒക്കെ നല്ല രീതിയിൽ വരും. പക്ഷെ ഇതിന് പരന്ന ഇതിനത് വരത്തില്ല എന്നല്ല, ബട്ട് കുറെ കൂടി ഈസിയാണ് മെനൂവർ ചെയ്യാൻ. പിന്നെ അതിനകത്ത് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സംഭവം എ പില്ലർ ഈ സാധനം എന്ന് പറഞ്ഞാൽ വിഷൻ മറയ്ക്കുന്നുണ്ട്. നമ്മൾ ടേൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയി പോകുന്നു. അതുപോലെ തന്നെ എന്റെ ഈ പഴയ ഇരിക്കുന്ന എന്റെ സ്വന്തമായിട്ടിരിക്കുന്ന ഇയോൺ ആണ്. അതിനും ഇപ്പൊ എനിക്കത് വലിയ വിഷയം വരാത്തത് ഇയോണിനകത്ത് സെയിം അവസ്ഥയായതുകൊണ്ട് ലൈക്ക് ഒന്ന് വളയ്ക്കുകയാണോ ഒന്ന് എത്തി നോക്കാം. അതൊരു ഇത്തിരി
ഇതായിട്ട് എനിക്ക് തോന്നി. ബാക്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഒരു ക്രോസ് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ റോഡിലോട്ട് ഇറക്കുവാണെങ്കിൽ ഈ പില്ലർ കാരണം ഒന്നും കാണാൻ പറ്റില്ല. അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്. ഈ രണ്ടെണ്ണം ബ്ലൈൻഡ് സ്പോട്ടാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇഗ്നിസിന്റെ ഈ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു ഈ അവസ്ഥയിൽ അല്ലെ ഈ വേളയിൽ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി ഗൈസ്, പുതിയൊരു വീഡിയോ കാണാം. ബൈ.